പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാള് വെട്ടാനും പരിചയം തടയാനുമാണല്ലേ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത്? നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മുകളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി പറഞ്ഞു, ഞങ്ങള് 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിന്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു നീക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയം കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിന്റെ സംഭവത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കാട് സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ട അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തില് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള സുഖമാണ് അറിയണമെങ്കിലേ ഈ ഐസയ്യാ 38:12 വായിച്ച്. ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാതെ തന്നെ ഈശോയ്ക്ക് പിതാവിന്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിന്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറെ അണ്ണന്മാർ പറയണത്, ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോഴ് മനുഷ്യന്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ അപ്പനാണെങ്കിൽ
അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം. എന്ത് പറ്റി, തന്നെത്താൻ തന്നെ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്, ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5 അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന്, തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവരെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് സംസാരിച്ച് ഇതേ വാക്ക് സംസാരിച്ചു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നൊന്നുമല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രവിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രവിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പം നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും. ജോഷി, ഞാൻ വരുന്നത് മുട്ടിച്ചിറ കോട്ടയത്ത് നിന്നാണ്. ഞാനിവിടെ മെയ് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്, ഈ വർഷം തന്നെ. അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് OETയുടെ എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വിദേശത്ത് ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ എക്സാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എനിക്ക് റീഡിങ്ങിന് സ്കോർ കിട്ടിയില്ല, C ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റീഡിംഗ് ഒന്ന് എനിക്കിത് കയറ്റി തരണമേ എന്ന്. എനിക്ക് റീഡിങ് കയറ്റി തന്നു. എനിക്ക് 350 മാർക്ക് റീഡിങ് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ലിസണിങ് കിട്ടിയില്ല. ഞാൻ വീണ്ടും വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ എനിക്ക് ലിസണിങ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അമ്മ എനിക്ക് ലിസണിങ്ങും തന്നു. പക്ഷേ എനിക്കപ്പം സ്പീക്കിങ് വീണ്ടും പോയി. അപ്പോൾ ഈ സ്പീക്കിങ് എനിക്ക് 2 തവണ 340 മാർക്കായിരുന്നു. അപ്പോൾ ഞാനത് റീവാലുവേഷൻ കൊടുത്തിട്ടും എനിക്ക് 340 തന്നെ. ഞാൻ മൂന്നാമത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ എനിക്ക് സ്പീക്കിങ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അപ്പോൾ എനിക്ക് സ്പീക്കിങ് 340 എന്നുള്ളത് 350 കയറി. അപ്പോൾ കിട്ടിയിരുന്ന വിഷയം എനിക്ക് വീണ്ടും താന്നു. അപ്പോൾ ഞാൻ വീണ്ടും വന്നു, ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് ഉടമ്പടി പുതുക്കുന്നത്. പുതുക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം കിട്ടിയോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്ത്, എനിക്ക് പത്രം കിട്ടുന്നുണ്ട്, പക്ഷെ ഞാനത് ഞാനായിട്ട് കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ പപ്പാടെ കൊടുക്കുന്നു, പപ്പ പത്രം എല്ലാവർക്കും കൊടുക്കുന്നു. പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകുമെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ പോകത്തില്ല, കുമ്പസാരവും മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. പത്രവും ഞാൻ തന്നെ എല്ലാവർക്കും വഴികളിലൂടെ നടന്ന് ഞാൻ എല്ലാവർക്കും തന്നെ പത്രം കൊടുത്തു. ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ 5ാമത്തെ തവണയാണ് അവസാനമായി ഞാൻ OET എഴുതുന്നത്. അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൂടി. അപ്പം എൻ്റെ ക്ലബിംഗ് സ്കോർ തീരും.
ഞാൻ പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഇനി പഠിക്കാൻ നിൽക്കുന്നില്ല, എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, ഇനി ഇത് കൂടുതൽ പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കുക മാത്രമേ അമ്മ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു 90% പ്രാർത്ഥിക്കുമായിരുന്നു ആ എക്സാമിൻ്റെ സമയത്ത്. ദൈവം സഹായിച്ച 340 എന്നുള്ളത് 380 എനിക്ക് ലിസണിങ് ആണെങ്കിൽ 370 മാർക്കും റീഡിങ് 350 മാർക്കും റൈറ്റിംഗ് 300 മാർക്കോട് കൂടി അമ്മ UK സ്കോർ തന്ന് എന്നെ പാസ്സാക്കി. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത മാസം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ കിട്ടി. ഈ ഡിസംബർ 6-ാം തീയതി എൻ്റെ CBTയുടെ എക്സാം ആയിരുന്നു. അതിനും എനിക്ക് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പഠിച്ചു കൊള്ളാം, പക്ഷേ അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നാലും ഞാൻ പരിശുദ്ധ കുർബാന ഞാൻ മുടക്കിയില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. CBTയും ഞാൻ നല്ല മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. 21-ാം തീയതിയിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയിട്ടതല്ല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്രസ്റ്റിലൊരു മുഴ പോലെ പെട്ടെന്ന് വന്നു. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ. അപ്പം ഞാനൊരു നേഴ്സ്, അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് നല്ലപോലെ ഉരുണ്ടാണ് കിടക്കുന്നത്. ഞാൻ അമ്മയോട് പേടിപ്പിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അമ്മയെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മ അത് എണ്ണ വെച്ചു, അമ്മ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഫ്ലൂയിഡ് അക്യുമുലേഷനാണ്. അതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ആ മുഴ അപ്രത്യക്ഷമായെന്നാണ്. അവിടെ ഒരു പാട് പോലും ഇല്ല. പിന്നെ ഞാൻ ഈ OETയുടെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് കമന്ന് കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, നീ കൃപാസനത്തിൽ പോകുന്ന കുട്ടിയാണോ? ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ കൃപാസനത്തിൽ പോകുന്നൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ കൃപാസനത്തിലൊരു സാക്ഷിയാണ്, എനിക്ക് കൃപാസനത്തിലെ സാക്ഷിയായ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങൾ നമ്പർ തരുമോ? എനിക്ക് കൃപാസനത്തിൽ അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? ഒത്തിരി ആൾക്കാരുടെ അടുക്ക് വന്ന് ചോദിച്ചിട്ടുമുണ്ട്, ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ കൂട്ടുകാരിക്ക് 2 പേർക്കിന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതിയത്. അവർ 2 പേരും +2-ന് 98% മാർക്കോടെ പാസ്സാകുകയും 2 പേർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇത്രയും ഉപകാരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മ ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റീന, ഞാൻ ചേനാട് ഇടവകളിൽ നിന്ന് വരുന്നു. ആദ്യമായി തന്നെ എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ OET എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ്. ഞാൻ 2 തവണ OET എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വയർഡായിട്ടുള്ള സ്കോർ കിട്ടിയില്ല. മൂന്നാമത്തെ തവണ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതായത് ഡിസംബർ 18, 2021 ഞാൻ OET എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് ഡിസംബർ 31 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എക്സാമിന് പോണേ അന്ന് എൻ്റെ ഒരു ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത്, നീ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ ഒന്ന് കേട്ട് നോക്കുക, നീ 2 തവണ എക്സാം എഴുതല്ലേ, ആ സാക്ഷി ഒന്ന് കേട്ട് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടു, ഈ പലരുടെ സാക്ഷ്യത്തിൽ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന കാശുരൂപം വെച്ച് അവർ എക്സാം എഴുതി പാസ്സാകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കാശുരൂപം ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഇല്ലായിരുന്നു. പകരം ഞാൻ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പത്രത്തിൽ മാതാവിൻ്റെ രൂപം കട്ട് ചെയ്തെടുത്ത് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചു. അപ്പം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യന് ഇപ്പം 3ാമത്തെ തവണയാണ്, 2 തവണ എഴുതിയെങ്കിലും പരാജയപ്പെട്ടെങ്കിലും ഈ 3ാമത്തെ തവണ ഞാൻ എഴുതി കഴിയുമ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എനിക്ക് വലിയ ഇതൊന്നുമില്ല, കാരണം സമയം കടന്നു പോവുകയാണ്, റീഡിങ്ങിനൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാതാവേ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എക്സാമിൻ്റെ റിസൾട്ട് എക്സാം എഴുതി എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു ജനുവരിയിൽ. അതുപോലെ വീണ്ടും പരാജയം, 2B 2C+, 350 വേണം പാസ്സാവാൻ. അപ്പം വീണ്ടും എനിക്ക് സ്പീക്കിങ്ങും റീഡിങ്ങും പോയി. റീഡിങ്ങിന് എനിക്ക് 310 അപ്പം 310 സ്കോർ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ ഇതൊക്കെ ഉടമ്പടി എടുത്തതല്ലേ, എനിക്കെന്നാലും ഒരു ഉറപ്പുണ്ട്, ഞാനൊന്ന് റിവാലുവേഷന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിവാലുവേഷൻ ആ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഉൾപ്രേരണ കൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുത്തു. അത് 2 സബ്ജക്റ്റ് ഞാൻ കൊടുത്തു, റീഡിങ് സ്പീക്കിങ് കൊടുത്തു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ റീഡിങ്ങിന് കൊടുത്തത്, കാരണം 310 ഇപ്പോഴും റീഡിങ് കമ്പ്യൂട്ടർ വാല്യുവേഷൻ ആയതുകൊണ്ട് അതെന്തായാലും കൂടത്തില്ല, അത് കുറയാൻ
കുറയാനേ ചാൻസ് ഉള്ളൂ, അത് സി ആയിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് സ്കോർ ഒന്നും കുറഞ്ഞില്ല, സ്കോർ കൂടി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. അതായത് 310 ഉണ്ടായിരുന്നു 320 അതുപോലെ തന്നെ 340 ഉണ്ടായി 350. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് അയർലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിച്ചു തന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ സിസേറിയൻ സംബന്ധിച്ചായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. സർജറിക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്ന് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായി. പക്ഷേ എന്നാലും അമ്മയുടെ സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കയ്യിൽ നിന്ന്, അതായത് ഫ്ലൂയിഡ് കണക്ട് ചെയ്തപ്പം ബ്ലഡ് പോയിട്ടും അത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം, അതായത് അതൊരു സിസ്റ്റം നോട്ട് ചെയ്യാനും ഒരു റൂമിൽ ഞാൻ കിടന്നതിൻ്റെ താഴെ മൊത്തം എൻ്റെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ അറിയുന്നില്ല. പക്ഷെ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എൻ്റെ വന്ന് കാണുന്ന ഡോക്ടർമാരൊക്കെ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപം, ആ തിരിയൊക്കെ, ഞാൻ ആ ഉടമ്പടിയിലൊന്നും ഞാൻ തെറ്റിച്ചിട്ടില്ല. കാരണം ഞാൻ ആ സമയത്ത് കുർബാനയൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ കോവിഡ് കൂടിയിരിക്കുന്ന സമയമാണ്, ഓൺലൈനിൽ കുർബാനയൊക്കെ കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പം പെയിൻ കില്ലർ തന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് റിയാക്ഷൻ അടിച്ചു. ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. എനിക്ക് പോസ്റ്റ്മോർട്ടം സീഷർ അടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായി. ഒരു സമയമുണ്ടായി, ഒരു ഇലക്ട്രിക് വേവ് പോലെ എന്തോ ഒരു പെട്ടെന്ന് വന്ന് സ്പാർക്ക് വന്ന് പോകുന്നു. അപ്പോൾ ഇത് ഞാൻ മരിക്കുമെന്ന് ഉറപ്പായി. ആ സമയത്ത് എനിക്ക് എൻ്റെ കഴുത്തിൽ, ഞാൻ ഓപ്പറേഷൻ കയറിയപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ആ ഉടമ്പടി കാശ് അത് കഴുത്തിൽ കിടന്ന് എന്നോട് പറഞ്ഞു അത് ഊരണ്ടാന്ന് പറഞ്ഞു. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പം എല്ലാവരും അത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഊരി വയ്ക്കും, കാരണം അത് അങ്ങനെ അലൗഡല്ല. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടതായിട്ട് ഓർമ്മ പോലും ഇല്ല. അമ്മ എന്നെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അമ്മ പോലും ഇല്ലാതെയാവും, എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആവും എനിക്കറിയില്ല. ഞാൻ 2ാമത്തെ ദിവസമാണ് എനിക്ക് ബോധം വീണത്. സെക്കൻഡ് ദിവസമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. ആ സമയത്തൊക്കെ എൻ്റെ മാതാപിതാക്കൾ പുറത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു നോക്കി, എല്ലാത്തിനും നോർമലി, ഒരു കുഴപ്പമില്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞുണ്ടായി 23ാം ദിവസം ലാബിൻ്റെ റിസൾട്ട് ചെയ്ത് നോക്കിയപ്പം അവൾക്ക് TSH ഹൈ ആയിരുന്നു, അതായത് 23.2. അത് ഭയങ്കര ഹൈ ആണ്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ വരണം, എത്രയും വേഗം കൊച്ചിന് തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാടെ തളർന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് 3 വയസ്സ് വരെ ഈ മെഡിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ അതിനുള്ള ഇടവരുത്തരുത് അമ്മ ഒന്ന് രക്ഷിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇതിന് വേറൊരു ഇതുമില്ല, കാരണം കുഞ്ഞാണ്, നമുക്ക് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്നാലും നമുക്കൊരു സെക്കൻഡ് ഇതായിട്ട് നമുക്ക് ഒന്നും കൂടെ ലാബ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്തപ്പം ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് വന്നു 16.2. അപ്പം അത് 23.2 നിന്ന് 16.2 അത് കുറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത്ര വേരിയേഷനുള്ള സ്ഥിതിക്ക് നമുക്ക് 2 ദിവസം കൂടി നോക്കിയിട്ട് ശേഷം തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം, അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്, അമ്മ ഞാനിവിടെ കുഞ്ഞിനായിട്ട് കൊണ്ടുവന്നേക്കാമെന്ന്. ഞാനിവിടെ കൊണ്ടുവന്നിരുന്നോളെ 3ാമത്തെ റിസൾട്ട്, അതായത് 2 ദിവസം കഴിഞ്ഞ് റാലി നോക്കിയപ്പോൾ 3.2 3.2 അത് അത്ര അത്ഭുതകരമായിട്ട് ആ 2 ദിവസത്തിനുള്ളിൽ കുറച്ചു. എൻ്റെ കുഞ്ഞിന് ഇതുവരെയായിട്ട് ഒരു മെഡിസിൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല, പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു. അമ്മയും തിരുക്കുമാരനും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എൻ്റെ പേര് സോജ അരുൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സരിതപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2020 ഫെബ്രുവരി 21 കൊറോണയും മറ്റു കാരണങ്ങളാൽ എനിക്ക് ആ ഉടമ്പടി നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2021 സെപ്റ്റംബർ മുതൽ ഞാനൊരു കെയർ വിസയിൽ UK പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പലവിധ തടസ്സങ്ങളാൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ മാതാവിൻ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയും അതിലെനിക്ക് പാസ്സാകാനും പറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് IELTS-നാണെന്നുണ്ടെങ്കിലും എനിക്ക് പാസ്സായി. UK സ്കോറൊക്കെ അന്നേരത്തേക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഏജൻസി പറഞ്ഞു, നിങ്ങളുടെ സ്കോറ് UK സ്കോർ ഇത് പറ്റത്തില്ല, ഇതും കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടിയല്ല, നിങ്ങൾക്ക് റിജക്റ്റ് ആകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയാക്കി മാറ്റണം, എനിക്ക് ലജ്ജിക്കാൻ ഇടവരരുത്, എൻ്റെ മാതാവ് എന്നെ അവിടുത്തെ എങ്ങനെയെങ്കിലും എനിക്ക് ആ സ്കോർ തന്നെ എനിക്ക് വിസ അടിച്ച് കിട്ടണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ മാസം 5-ാം തീയതി വിസ അടിച്ച് കിട്ടുകയും ഈ ബുധനാഴ്ച 14-ാം തീയതി എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അനിയൻ UK-ലാണ്. അവന് അവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ചാൻസിൽ തന്നെ അവന് ലൈസൻസ് കിട്ടാൻ പറ്റി. പിന്നെ എൻ്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു, അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു ആ മുഴ. അപ്പം വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്കും ഞാനത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പം മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തിട്ടുള്ളല്ലേ, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉള്ളതല്ലേ, നീ എന്തുകൊണ്ട് അത് തേച്ച് പ്രാർത്ഥിച്ചു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ആ കാലിലൊരു ചെറിയൊരു തഴമ്പ് പോലെ മാത്രം കാണാനേ ഉള്ളൂ, ആ മുഴ മൊത്തമായിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ജോസഫ്.